ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഇന്ന് ഞങ്ങൾ അധ്യാപകരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ KAS സിലബസ് വന്നു. അപ്പോൾ KASൻ്റെ എക്സാമിനെ പറ്റി ധാരണയുമായി ഇനി നമുക്ക് അറിയേണ്ടത് ഈ സിലബസ് എങ്ങനെ പഠിക്കണം, ഈ സിലബസിലെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, അങ്ങനെ സിലബസിനെ പറ്റിയിട്ടുള്ള ഒരു ഡീകോഡിംഗ് വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പം എന്നോടൊപ്പമുള്ള അധ്യാപകരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ടീച്ചറെ, ഞാൻ മേഘ. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. സിവിൽ സർവീസിൻ്റെ മേഖലയിലും KASൻ്റെ മേഖലയിലും കുറച്ച് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. ഇത് വിനീത് സാറാണ്. എൻ്റെ പേര് വിനീത്. ഞാൻ ഒരു 11 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്, സ്പെഷ്യലി കറണ്ട് അഫയേഴ്സ്, GK ആ ഭാഗത്ത്. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ഇന്ന് ഈ സിലബസ് എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിനെ പഠിക്കേണ്ടത്, എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ പലരും പല കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ചിലവരൊക്കെ ഉണ്ടാകും ഈ പ്രാവശ്യം KAS എഴുതണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. എന്താ പഠിക്കേണ്ടത്, എന്ത് ബുക്ക് വെച്ച് പഠിക്കണം, റാങ്ക് ഫെയിൽ ആണോ വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് സിലബസ് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ടീച്ചറെ, ആദ്യം കഴിഞ്ഞ തവണത്തെ KASലെ മെയിൻസ് വരെ എഴുതിയതാണ് മേഘ ടീച്ചർ. അപ്പോൾ നമുക്ക് പേപ്പറിനെ എങ്ങനെയാണ് ടീച്ചർ അനാലിസിസ് ചെയ്യുന്നത്, സിലബസിനെ എങ്ങനെ അനാലിസിസ് ചെയ്യുന്നു? ഓക്കെ, അതായത് നമുക്കറിയാം പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ, ഇതിന് മൂന്നിനും കൂടിയിട്ട് നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് വേണ്ടത്. നമ്മൾ സിലബസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും പ്രിലിമിനറിക്കും മെയിൻസിനുമുള്ള സിലബസ് സത്യത്തിൽ ഒന്ന് തന്നെയാണ്. ഒരു വാക്ക് പോലും മാറ്റമില്ല എന്നുള്ളതാണ്. ഉദാഹരണം വേണം നമുക്ക് പറയാം. ഫസ്റ്റ്, ഇത് പ്രിലിമിനറിയുടെ സിലബസ് ആണ്. ഇതിൽ ഹിസ്റ്ററി, ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ പീരീഡ്, അത് തന്നെയല്ലേ മെയിൻസ്? തീർച്ചയായിട്ടും ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ പീരീഡ് എന്ന് പറഞ്ഞത് തന്നെ ഹിസ്റ്ററിയുടെ അതുണ്ട്. അതിൽ ഒരു വാക്ക് പോലും അതെ, പ്രോമിനന്റ് മൂവ്മെന്റ്സ് വരെ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മതി. അല്ലാതെ പേജ് മാറിയൊന്നും അല്ല പോകുന്നത്. എന്തിനാണ് ആ ഇന്റഗ്രേറ്റഡ് സ്റ്റഡി എന്നുള്ളത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ കറക്റ്റ് ആണ്, മോഡേൺ കറക്റ്റ് ആണ്, കേരള ഹിസ്റ്ററി, പിന്നെ കേരള ഹിസ്റ്ററി കറക്റ്റ് ആണ്, പിന്നെ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഫ്രം മിഡ് 18th സെഞ്ചുറി, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള അല്ലെ. ഇതാണ് പേപ്പർ 1ലെ A എന്ന് പറയുന്ന ഹിസ്റ്ററി പാർട്ട്. അതിനർത്ഥം ഇത് പഠിക്കാൻ വേണ്ടി എന്തൊക്കെയാണ്, ഇതെങ്ങനെ പഠിക്കണം, ഇത് മെയിൻസും, അതായത് ഒരു ഇന്റഗ്രേറ്റഡ് പഠനം എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്, അതിന് എന്താണ് പറയാനുള്ളത്? അതായത് പ്രിലിമിനറിയുടെ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ് രീതിയിലുള്ള ഒരു പരീക്ഷ എഴുതാൻ നമുക്ക് പറ്റണം. കൂടുതൽ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും നമ്മളിവിടെ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ മെയിൻസിലേക്ക് വരുന്ന സമയത്ത് ഹിസ്റ്ററി പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ മറ്റ് എക്കണോമിക്സിലെ കാര്യങ്ങളും ജോഗ്രഫിയിലെ കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി ഒരു ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരള ചരിത്രം എടുക്കുന്ന സമയത്ത് മുസ്ലിംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന് ആനുകാലികമായ വിഷയങ്ങൾ അല്ലെ, കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാനായി സാധിക്കണം. നമ്മളൊരു ഒപ്പീനിയൻ കൂടി അവിടെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻസിനെ സംബന്ധിക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻസിനെ സംബന്ധിച്ച ആ ഒരു അപ്രോച്ചിൽ പ്രധാനമായും സംബന്ധിക്കുന്ന ടീച്ചർ പറയുന്ന 2 വേർഡാണ്. ഒന്ന് കീവേഡുകൾ അല്ലെ, മെയിൻസ് എഴുതാൻ വേണ്ടി കീവേഡ്സുകൾ കൃത്യമായി മനസ്സിലാക്കണം. മറ്റൊരെണ്ണം കറണ്ട് അഫയേഴ്സ് ആണ്, ഡേറ്റ വേണം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും കുഴപ്പമില്ല, റിപ്പോർട്ട്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ അത് റിപ്പോർട്ട്സ് നമ്മുടെ ആയാലും കുഴപ്പമില്ല, റിപ്പോർട്ട്സ് പബ്ലിഷ്ഡ് ബൈ നമ്മുടെ ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ഫോറിൻ ഓർഗനൈസേഷൻസോ, അതെല്ലാം കൂടി ലിങ്ക് ചെയ്തിട്ട് വേണം നിങ്ങളിത് പഠിക്കാൻ സംഭവം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടേണ്ടത്. ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയുമോ അല്ലെങ്കിൽ സാറിന് ഈ പറയുന്ന പൊളിറ്റിയുമായോ ബന്ധപ്പെടുത്തി ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഇത് ഇന്റർലിങ്ക് ചെയ്ത് പഠിക്കേണ്ടത്? ഇപ്പോൾ നോക്കിയാൽ ഓൾറെഡി ഇങ്ങനത്തെ ഒരു എക്സാം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഏൻഷ്യൻറ്റ് മെഡിവൽ എന്നൊക്കെ പറയുന്ന സിലബസ് കുറേ വാസ്റ്റാണ്. ബട്ട് അതിൽ ന്യൂസ് പേപ്പർ റീഡിങ് വളരെ ആവശ്യമാണ്. ഇപ്പോൾ പൊതുവേ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ടോപ്പിക് കേട്ട് കാണും, നമ്മളിപ്പോൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞിട്ട് സംഭവം. ഇത് പണ്ട് തൊട്ടുണ്ട് അല്ലേ, ബട്ട് ബ്രിട്ടീഷ് കാലം തൊട്ട് നമ്മളത് കേൾക്കുന്നുണ്ട്. ബട്ട് അവർ എന്താ ചെയ്യുക, അങ്ങനത്തെ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നില്ല അന്നത്തെ ഒരു ഇഷ്യൂസ് കാരണം. അപ്പോൾ അവിടെ ബ്രിട്ടീഷ് വന്നു. അപ്പോൾ അത് മോഡേൺ ഇന്ത്യ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം വേണമെങ്കിൽ സംഭവം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ആർട്ടിക്കിൾ കൊണ്ടുവന്നു, ആരെങ്കിലും സപ്പോർട്ട് ചെയ്തോ? അന്ന് അംബേദ്കറൊക്കെ സപ്പോർട്ട് ചെയ്തു, ബട്ട് ചിലർ അന്ന് വേണ്ടാന്ന് പറഞ്ഞു, നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ ബാധിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. അപ്പോൾ അതെന്തായി, നമ്മുടെ പോളിറ്റിയായി, കുറച്ച് ഹിസ്റ്ററിയായി. ഇനിയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ എന്താ, ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് കൊണ്ടുവന്നു, അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേറ്റ് കൊണ്ടുവന്നു സംഭവം. അപ്പോൾ അത് നമുക്ക് എന്താണ് പ്രിലിംസ് ആയിട്ട് പഠിക്കാം. ബട്ട് ഇതിന്റെ രണ്ടിന്റെയും സിലബസ് സെയിം അല്ലേ. അപ്പോൾ മെയിൻസിൽ എങ്ങനെയൊക്കെ ചോദിക്കാം, ഇതിന്റെ
പ്രോസ് ചോദിക്കാം, അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ദോഷങ്ങൾ എന്തൊക്കെയാണ്, സുപ്രീം കോർട്ടിന്റെ പണ്ടത്തെ വിധികൾ കയറി വരും, അവരെങ്ങനെയാണ് ഇതിൽ സ്റ്റാൻസ് എടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ലീഡിങ് കേസസ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്ക് കയറി വരാം. ഇനി നിയമം വരും, ഇത് കൊണ്ടുവരണമെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് ചിലപ്പോൾ വരാം. ഇനി അതിൽ ജുഡീഷ്യൽ റിവ്യൂവിന് സാധ്യത ഉണ്ടോ, ഇതൊക്കെ അവർക്ക് മിക്സ് ചെയ്ത് ചോദിക്കാം. അതൊക്കെ മെയിൻസിന്റെ ഭാഗമായിട്ട് മെയിൻസ് ആയിട്ട് പഠിക്കാം. പ്ലസ് അതിനകത്ത് നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് പ്രിലിംസിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഉണ്ടാകുകയും ചെയ്യാം. അപ്പോൾ പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം തമ്മിൽ, അതായത് നമ്മളൊരു സാധാരണ PSC എക്സാമിന് പഠിക്കുന്നത് പോലെ ഇതിനെ ഒരു സിലബസ് ബേസ് മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ബാക്കിയുള്ള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി എപ്പോഴും സിലബസ് എടുത്ത് തന്നെ HSIയിലായാലും നമ്മൾ LP UPയിലായാലും സെക്രട്ടറി LD ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇതിനെ ഇന്റർലിങ്ക് ചെയ്ത് പഠിക്കേണ്ടത് ഈ രീതിയിലാണ്. പലവിധ സബ്ജക്റ്റുകൾ, അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ടല്ലോ ആ കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രോപ്പർലി പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറി ക്ലിയർ ചെയ്യുക മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ ഇന്റർവ്യൂ വരെയുള്ള സ്റ്റേജ് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഒരു ബ്യൂറോക്രസിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്താവുന്ന ആളുകളാണ് KS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ്? പോളിസി മേക്കിംഗ് ആണ്, നയരൂപീകരണമാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു പോളിസി മേക്കർ എങ്ങനെയാണ് ചിന്തിക്കുക, ആ രീതിയിൽ നമ്മൾ ഇന്ന് തുടങ്ങി ചിന്തിച്ച് തുടങ്ങണം അല്ലെ. നമ്മൾ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് അതിലെത്തിയതിന് ശേഷമല്ല നമ്മൾ അല്ലെ, ഒരു ഓഫീസർ ആവുമ്പോൾ നമ്മൾ ഇന്ന് തൊട്ടേ യെസ് ഞാൻ ആ ഒരു ഓഫീസറാണ്, ആ ഒരു കസേരയിൽ ഇരിക്കുന്ന ആളാണ്, ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഒരു വിഷയം, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി രൂപീകരിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്ലാൻ വരികയാണെങ്കിൽ നിങ്ങൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും? നിങ്ങൾ അതിൽ വേസ്റ്റ് മാനേജ്മെന്റ് മാത്രമാണോ നോക്കുക? അല്ല, അവിടുത്തെ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കും, അവിടുത്തെ ഇക്കോണമിയെ കുറിച്ച് പഠിക്കും, അവിടുത്തെ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കും അല്ലെ. ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെ, കൃത്യമായിട്ടുള്ള എല്ലാ പെർസ്പെക്റ്റീവ്സും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് അതിന്റെ പ്രോസ് എന്താണ്, അതിന്റെ കോൺസ് എന്താണ് അല്ലെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഈ പദ്ധതി എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വിജയിപ്പിക്കാൻ സാധിക്കും, ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ പഠനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. ഒരു നയം രൂപീകരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ബ്യൂറോക്രാറ്റ് ചിന്തിക്കുന്നത്, ആ രീതിയിലേക്ക് വാട്ട്, വൈ ആൻഡ് ഹൗ അങ്ങനെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ തൊട്ടിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, എന്തുകൊണ്ടായിരിക്കും ഇത് നടക്കുന്നത്, എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രശ്നങ്ങൾ ഒന്ന് ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ അതിനെ ഒരു ഇമോഷണൽ തലത്തിലല്ല ചിന്തിക്കേണ്ടത്, ഭരണഘടനയെ ബേസ് ചെയ്തുകൊണ്ട് ചിന്തിക്കുക അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശബരിമലയിലെ യുവതി വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കോൺട്രവേഴ്സിയുള്ള, വളരെ ഇമോഷണൽ ആയിട്ട് ആളുകൾ സമീപിക്കുന്ന വിഷയമാണ്. പക്ഷേ നിങ്ങളൊരു ബ്യൂറോക്രാറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ സമീപിക്കുക? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ആ ഒരു ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്ന കാര്യം ഒന്ന് നടത്തി നോക്കുക അല്ലെ. അങ്ങനെ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ ഐഡിയാസ് കിട്ടും. ഇങ്ങനെയൊക്കെയാണ് എന്റെ വ്യൂസ്. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതാണ് ഇമ്പോർട്ടന്റ്. അതാണ് അവിടെ പഠനം ആവശ്യമാണ്. അവിടെ കുറച്ച് നിങ്ങൾ കൃത്യമായി ഇപ്പൊ എല്ലാവരും പോയിന്റ് നമ്മൾ ചിന്തിച്ചാൽ മാത്രം പോരാ, അവിടെ അതിനെ നമുക്ക് എന്താ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഭരണഘടനയെ കുറിച്ച് അറിയണം, ഭരണഘടനയിൽ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങൾ പറയുന്നുണ്ട്, എന്തൊക്കെ വിധിന്യായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആസ് എ ബ്യൂറോക്രാറ്റ് നിങ്ങൾ എങ്ങനെ ഇതിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ പ്രതികൂലിക്കുന്നു എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ എന്നുള്ളതാണ് ചോദ്യത്തിൽ തന്നെ ഉണ്ടാവുക. അപ്പോൾ ടീച്ചറെ, എനിക്ക് അവിടെ വീണ്ടും ഒരു ക്ലാരിറ്റി കൊടുക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാവിധ PSC ഉദ്യോഗാർത്ഥികളുടെ ഒരു പേടിയാണ്, ഈ UPSCക്ക് മാത്രമാണ് പഠിക്കുന്നവർക്കാണ് ഈ പറയുന്ന തോട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോഴാണ് കുട്ടികളൊന്ന് പേടിക്കുന്നത്. അവിടെ നിങ്ങൾ പേടിക്കേണ്ട എന്ന് എനിക്ക് സ്ഥാപിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കുറച്ച് PYQs ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഡിഗ്രി ലെവലിൽ ചോദിച്ചിരിക്കുന്ന ചില PYQs ഉണ്ട്. അതിനെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. ഇത് ഈ ലെവലും UPSC ലെവലും അതായത് 2023 പോലും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 244/23 നമ്മുടെ കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ടതാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ജനസംഖ്യ അനുപാതമായി സംവരണം SC ST വിഭാഗങ്ങൾക്ക് നൽകുന്നു.
ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. ഇതിന്റെ അകത്തിരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇത് എംപവർമെന്റ് ആണ്. അതെ അതെ. അതിന്റെ കൂടെ ഗവർണൻസ്, LPG റിഫോംസ്, LPGയിലെ വോളണ്ടറി ആൻഡ് നോൺ വോളണ്ടറി പ്രൊവിഷൻസ്. സാധാരണഗതിയിൽ PSC ഈ KS എന്ന് പറയുന്ന ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ ചോദിച്ചിട്ടുള്ള പാറ്റേൺ അല്ല ഇപ്പൊ ഡിഗ്രി ലെവലിന് ചോദിക്കുന്നത്. ഇൻഡെപ്ത് ആയിട്ട് പ്രത്യേകിച്ച് LPG, കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, LPG റിഫോംസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ജനകീയാസൂത്രണത്തെ കുറിച്ച് പഠിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ജനകീയാസൂത്രണത്തിന് നമ്മൾ ഒരുപാട് ഇപ്പൊ കിലയിലും അങ്ങനെ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ അതിനെ ഒരുപാട് ഉദ്ഘോഷിക്കുകയും കൂടി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ ഇത്തരത്തിൽ അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന സമൂഹത്തെ കുറിച്ച് കൃത്യമായിട്ട് ബോധമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് തന്നെയാണ് അത് വളരെ UPSC പറയുന്ന പോലെ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ പോയി പഠിക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രം പഠിക്കുന്ന, ഹബ്ബിൽ മാത്രം പഠിക്കുന്നവർക്കുള്ളതല്ല. അതാണ് പറയാനുള്ളത്. കാരണം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ കണ്ടൊരു ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ ലെവലിൽ തന്നെ ഉള്ളതാണ്. താഴത്തെ ക്വസ്റ്റ്യൻസും അത് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. ഇത് പ്രിലിമിനറി പോലും നമ്മൾ അല്ലെങ്കിൽ പലപ്പോഴും ശരിക്കും കുട്ടികൾക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് തോട്ട് പ്രോസസ്സിനെ ഒന്ന് എങ്ങനെ അലൈൻ ചെയ്യണം എന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, അല്ലെ? അതിനെ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കും, ചോദ്യം ഉത്തരം ഇന്നത് മാത്രം പഠിക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഈ കാര്യത്തെ ഈ ഒരു രീതിയിൽ ഒന്ന് സമീപിക്കാൻ ശ്രമിക്കൂ എന്നുള്ളത് നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതിലൂടെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, പിന്നീട് നമ്മൾ എന്ത് വിഷയം, ഏത് ചോദ്യങ്ങൾ പഠിക്കുമ്പോഴും ഏതൊരു വിഷയത്തെ സമീപിക്കുമ്പോഴും നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് ആ രീതിയിലേക്ക് അലൈൻ ചെയ്യപ്പെടും. അതാണ് ഇവിടെ ആവശ്യം. അതെ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പോയിന്റും അത് തന്നെയാണ്. നമുക്ക് പഠിക്കാവുന്ന ഇതിപ്പോൾ ഈ നമ്മൾ ഒരു ഫാക്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ടും ഇപ്പോൾ കേരള ഹിസ്റ്ററി ആണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഏകദേശം കേരള ഹിസ്റ്ററി കാണാതെ തന്നെ ഇവരൊക്കെ മിക്കവാറും പറയാറുണ്ട്. പക്ഷേ അതിനൊന്ന് കണക്ട് ചെയ്ത് കറണ്ട് അഫയേഴ്സുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നമുക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ KAS അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. UPSC പഠിക്കുന്നവർക്ക് മാത്രമാണ് കഴിഞ്ഞ തവണത്തെ 104 പേരൊന്നും വിചാരിക്കേണ്ട. ഞങ്ങൾ ആ കൂട്ടത്തിൽ ഒരുപാട് പേരെ പരിചയപ്പെട്ട് ഡയറക്റ്റ് അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വന്ന 104 പേരായിരുന്നു ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്നത്. അവിടെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുണ്ട്, പ്രായമുള്ള സ്ട്രീം 1ലും സ്ട്രീം 2ലും ഒക്കെ പ്രായമുള്ള സാറുമാരുണ്ട്. പക്ഷെ അവരൊക്കെ കടന്നു വന്നത് എല്ലാവരും UPSCക്ക് ഡൽഹി പോയി പഠിച്ചതോ തിരുവനന്തപുരത്ത് പഠിച്ചതോ ഒന്നും മാത്രമല്ല, ഫ്രം ദ ബേസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ആയി കയറി പിന്നെ സ്ട്രീം 3ലേക്ക് എത്തി ഈ ഒരു ആംബിഷൻ, മനസ്സിലുള്ള സ്വപ്നം സാക്ഷാത്കരിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്രയും വളരെ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്ന മനുഷ്യന്മാർ തന്നെയാണ് ഈ എക്സാം. അതോടൊപ്പം തന്നെ ഇപ്പം പലരും നേരിട്ട് പരിചയമുള്ളതുകൊണ്ട് പറയുകയാണ്, അവിടെ വലിയ എല്ലാവരും റാങ്ക് ഹോൾഡേഴ്സോ ഒന്നുമല്ല, പരാജിതരായ 100 പരീക്ഷകൾ എഴുതി പരിചയമൊക്കെ ഡിഗ്രിക്കും PGക്കൊക്കെ അരിയേഴ്സും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും ഒരു ഫാക്ട്സ് അല്ല. പക്ഷെ അടുത്ത 3 മാസം അല്ലെങ്കിൽ 4 മാസം നമ്മൾ ഈ പറയുന്ന പരീക്ഷയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളിടത്താണ് 32 വയസ്സ് വരെ കിട്ടുന്ന ഒരവസരം. ഇപ്പം പലർക്കും ഒരു വയസ്സ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്, അല്ലെ? നമുക്ക് ഈ എക്സാം എഴുതാൻ സാധിക്കുന്നില്ല. സോ ദയവ് ചെയ്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ പരീക്ഷ പഠിച്ചങ്ങ് എഴുതുക. ശരിക്കും ഇന്നങ്ങ് തുടങ്ങുക. ഇന്നത്തെ പത്രം ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക് കാണുവാണെങ്കിൽ അതിൽ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഇതിന്റെ ഹിസ്റ്ററി എന്താണ്, അതിന്റെ കറണ്ട് അഫയേഴ്സ് എന്താണ്, ഇത് ഇങ്ങനെ ആയാലും എന്ത് സംഭവിക്കും, ഇതിങ്ങനെ എന്ത് സംഭവിക്കും, പറ്റുവാണെങ്കിൽ എഴുതി വെക്കുക. അപ്പോൾ മെയിൻസിനുള്ള പ്രിപ്പറേഷനും ആവും, അതിൻ്റെ അകത്തുനിന്നുള്ള പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസും കിട്ടും. അപ്പം ഓരോ ക്വസ്റ്റ്യൻസും പത്രം വായിച്ച് പത്രം വായിച്ച് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാന്നുള്ളതാണ്. കാരണം അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്നിട്ടും, നിങ്ങൾ അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പണിയെടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാം, അല്ലെ? രാവിലെ വായിച്ച അല്ലെങ്കിൽ റേഡിയോയിൽ കേട്ട ഒരു വാർത്തയെ സംബന്ധിച്ച്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലഹരി ഉപയോഗിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്നു, അല്ലെ? ദിവസവും നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ കാണാം. നിങ്ങൾ ആലോചിക്കുക, ലഹരി ഇതെന്താണ്? ആസ് എ ബ്യൂറോക്രാറ്റ് നിങ്ങളൊരു പൊസിഷനിൽ ഇരിക്കുന്ന, നിങ്ങൾക്ക് ചുമതല നൽകുന്നത് ഈ പറയുന്ന ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ആ ഒരു മേഖലയിലാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജീസ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം, തദ്ദേശീയ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഒരു ഘടന എന്താണ്, അവിടെ ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് പ്രോസസ്സ് തന്നെ ഇപ്പോൾ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഇതിനെ
പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ കുറച്ച് പദ്ധതികൾ നമ്മൾ അറിയണം, തീർച്ചയായും പദ്ധതികൾ അറിയണം. ഇനിയും അടുത്ത കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് അവിടെ അറിയണം, അല്ലെ? പിന്നീട് നിയമവശങ്ങളെ പറ്റി അറിയണം. ആ നിയമത്തിൽ ലൂപ്ഹോൾസ് ഉണ്ടോ ഇല്ലയോ, എല്ലാവരും അതിനെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. നിയമം പോരാ. അപ്പൊ നിയമങ്ങളെ പറ്റി പിന്നെന്തായിരിക്കണം അറിയേണ്ടത്? പിന്നെ ബേസിക് ആയിട്ട് ഇതിനെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായം രൂപീകരിക്കാൻ പറ്റണം. ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനെയും ഇതിനൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണക്ടിങ് ഓൾ ദീസ് തോട്ട്സ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പറയുന്ന ഏത് ആക്ട് ആണ്, അല്ലെങ്കിൽ ഏത് റൂളാണ്, അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിൾ ആണ് ഇതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്നത്, അടുത്തത് എന്താണ്, ഏത് പദ്ധതിയാണ്, എന്തൊക്കെ പദ്ധതികൾ കൊടുക്കുന്നുണ്ട്, എന്താണ് ശിക്ഷാ നിയമത്തിൽ വരുന്നത്, റിപ്പോർട്ട് പറയാം. അതെ, അതിന്റെ റിപ്പോർട്ടുകൾ. അതെ, ഇപ്പൊ ക്രിമിനൽ എത്രത്തോളം ഇതിലെ ക്രിമിനൽ ആറ്റിറ്റ്യൂഡിൽ എത്രത്തോളം മുൻപന്തിയിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സംസ്ഥാനങ്ങളുടെ ഉപഭോഗത്തിന് അതല്ലേ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഡേറ്റ എന്താണ്? ക്രൈം റെക്കോർഡ്സ് ബ്യൂറോന്റെ ഡാറ്റ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ നമുക്ക് ഓതന്റിക്, ഇപ്പോഴും ഓതന്റിക് ആയിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്യുക. ഓതന്റിക് ആയിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കോട്ട് ചെയ്യാൻ പറ്റും. അക്കോർഡിംഗ് ടു നാഷണൽ ഇന്നർ ഓർഗനൈസേഷൻ എന്നുള്ളത് കൃത്യമായിട്ട്, അക്കോർഡിംഗ് ടു നീതി ആയോഗ് ഇങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട്. അല്ലാതെ നമ്മൾ പത്രത്തിൽ മാതൃഭൂമിയിൽ ഇങ്ങനെ വായിച്ചു, മനോരമയിൽ ഇങ്ങനെ വായിച്ചു എന്നുള്ളതല്ല. അല്ല, അവർക്ക് എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെയുള്ള ഡേറ്റകൾ ഇന്ന് തൊട്ട്, അല്ലെങ്കിൽ ഒരു വാർത്ത വായിക്കുമ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. അത് നിങ്ങളുടെ ഈ ഒരു സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആകും. കാരണം സിലബസിൽ ഈ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കറണ്ട് അഫയേഴ്സ് ബന്ധപ്പെടുത്തി തന്നെയായിരിക്കും. ഒരു 3-4 സ്റ്റേറ്റ്മെന്റ് വാക്കുകൾ വരുമ്പോൾ ഒന്ന് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അവിടെ എ ആണോ ബി ആണോ സി ആണോ എന്നൊക്കെ. പിന്നെ അതുപോലെ നവകേരളം, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും ഹരിതകർമ്മസേനക്കാർ വീട്ടുകാരോട്. അതെ. അപ്പൊ ആ സമയത്ത് ഹരിതകർമ്മസേന നിങ്ങളുടെ കയ്യിൽ ഫോൺ, നിങ്ങൾക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഹരിതകർമ്മസേന എന്ന് പറയുന്നത് ഇപ്പൊ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഏത് പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു വെബ്സൈറ്റ് തന്നെ അല്ലേ, നവകേരള മിഷനുമായി ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റും അതിനുള്ളിൽ ഒരുപാട് സബ് മിഷൻസും അതിലുണ്ട്. ആ മിഷൻസിന്റെ പ്രസക്തി, ഓരോ പ്രോജക്റ്റിനും പ്രസക്തി ഉണ്ട്. അവിടെ വരുമ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ എന്താ നമ്മൾ അത് ആ സമയത്ത് തുടങ്ങിയ നവകേരള മിഷന്റെ ഭാഗമായിട്ട് തുടങ്ങിയ പ്രോജക്റ്റുകൾ ഏതെന്തെല്ലാം. പിന്നെ നിങ്ങൾ അതിനകത്ത് തന്നെ പറയുകയാണെങ്കിൽ അതിലൊക്കെ ഏറ്റവും നല്ല ഡേറ്റ എന്ന് പറഞ്ഞാൽ ഈ കേരള ഗവൺമെന്റ് ഇടയ്ക്ക് പരസ്യം, ഓരോ ഗവൺമെന്റ് പരസ്യങ്ങൾ വരും അല്ലെ, അതിൽ നിന്ന് തന്നെ കുറെ ഡേറ്റ കിട്ടും. പക്ഷെ നമ്മൾ ആ ഡേറ്റ നോക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. നമ്മൾ വായിച്ചു പോകത്തുള്ളൂ. നമുക്ക് റിവിഷൻ ചെയ്യണം. അത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ ഒരു വായിക്കുന്ന ഒരു കാര്യം, കേൾക്കുന്ന ഒരു കാര്യം, ഇതിനൊരു ഡാറ്റ ആയിട്ട് നിങ്ങൾക്ക് അതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് പരീക്ഷയ്ക്ക് ഇതിനെ റിവിഷൻ ചെയ്യാനും അങ്ങനെ പരീക്ഷാ പേപ്പറിൽ ഇതിനെ ഉപയോഗിക്കാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് മറന്നു പോകും, ഒബ്വിയസ്ലി അല്ലേ, തീർച്ചയായിട്ടും ഇത് മറന്നു പോകും. അതുകൊണ്ട് ഇതിനെ റെക്കോർഡിക്കലായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക, ഇതിനെ റിവൈസ് ചെയ്യുക, ഈ നോട്ടിനെ ഇംപ്രൂവൈസ് ചെയ്യുക. തീർച്ചയായിട്ടും. അപ്പൊ ഈ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ടീച്ചർ അധ്യാപകർ എല്ലാവരും പറഞ്ഞതെന്ന് ചെയ്യുക, ഇപ്പൊ മിക്കവരും ടാബ് നോട്ട് എഴുതും. എന്തുകൊണ്ടാണ്? പുതിയ ഡേറ്റ വരുമ്പോൾ കയറി അവർ കമന്റ് ചെയ്യാൻ പറ്റും. ഇനിയും നിങ്ങൾ നോട്ട് എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾ ബുക്കിലാണ്, ടാബില്ലാത്തൊരു ബുക്കിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും കുറച്ച് സ്പേസ് ഒക്കെ വിട്ട് ഇതിനെ കൃത്യമായി വായിച്ചു നോക്കാൻ പറ്റുന്ന രീതികളിൽ ഇത് തന്നെയാണ് നിങ്ങളുടെ മെയിൻസിന്റെയും നിങ്ങളുടെ ഇന്റർവ്യൂവും സമയത്തും നിങ്ങളുടെ നോട്ട് തന്നെ കരുതുക. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് നോട്ട് മേക്കിംഗ് ഒക്കെ വലിയൊരു ടോപ്പിക് ആണെന്നുള്ള ജസ്റ്റ് ഞാൻ പറയാം. അതായത് ഇപ്പൊ ഇങ്ങനെ നിങ്ങളൊരു A4 പേപ്പർ, എപ്പോഴും നല്ലത് ലൂസ് ഷീറ്റ്സിൽ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇത്തരത്തിലൊരു പരീക്ഷയ്ക്ക് നമുക്ക് ഒരുപാട് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഒരു പേപ്പർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ ഒരു ഭാഗത്തെ, അതായത് ഇങ്ങനെ ഈ രീതിയിലൊന്ന് മടക്കുക. അതിനുശേഷം എപ്പോഴും നോട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഈ സൈഡിൽ മാത്രം, ഇപ്പൊ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് ഇന്ന് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ആണെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ സിമ്പിളായിട്ട് നോട്ടുകളാക്കി തയ്യാറാക്കുന്നു. അതിനുശേഷം ഈ സ്പേസ് ഇവിടെ വിടുക. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പത്രം വായിക്കുന്ന സമയത്ത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുകയാണ് ഇതെന്റെ സിലബസുമായിട്ട് റെലവെന്റ് ആണ് എന്ന് തോന്നുന്ന ഒരു ന്യൂസ് ആർട്ടിക്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ, ആ ഡാറ്റ ഇവിടെ മെൻഷൻ ചെയ്യുക. ഇതെങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുക? പരീക്ഷയ്ക്ക് നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് എടുത്ത് നോക്കുമ്പോൾ യു ക്യാൻ കണക്ട് ദീസ് തിങ്സ് അല്ലെ, ഈ കണക്ടിങ് ദ ഡോട്ട്സ്, ആ കാര്യം ഇവിടെ ശരിക്കും പൂർണ്ണമാവും. മറ്റേത് നമ്മൾ കുറെ പേപ്പർ അവിടെ എഴുതി ഇവിടെ എഴുതി ഇതൊക്കെ എവിടെ പോയി എന്നുള്ള ഒരു ആകമൊത്തൊരു കൺഫ്യൂഷൻ വരും. സോ നോട്ട് മേക്കിംഗ് ഇസ് ആൻ ആർട്ട്. അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാം, നന്നായിട്ട് കീപ്പ് ചെയ്യാം, നന്നായിട്ട് റിവിഷൻ ചെയ്യാം. ജോലി കിട്ടുന്നവരെ ഉള്ള ഡാറ്റാസ് പോരാന്ന് മാത്രം എപ്പോഴും ചിന്തിക്കുക. ഇനിയും എനിക്ക് ഡേറ്റാസ് വേണം. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഡേറ്റാസ് എന്തായാലും ബാക്കിയുള്ളവരും പഠിക്കും. അപ്പൊ എത്രമാത്രം അറിയുന്നു അതൊക്കെ മാറ്റി വെക്കുക. അതിന്റെ റിലേറ്റഡ് വേറെ ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടോ എന്ന് പറഞ്ഞ് തേടിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് പറയാം? നമ്മൾ 3 പേരും പലവിധ പരീക്ഷകളും പരാജിതരാണ് അല്ലെ. ഒരുപാട് എല്ലാവരും ഇതേപോലെ തന്നെ നമ്മൾ സിവിൽ സർവീസ് ആസ്പിരൻസ് ആയിട്ട് പോയി അവിടെ നമ്മൾ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ തോറ്റു കഴിയുമ്പോഴാണ് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത്. അന്ന് എന്തുകൊണ്ട് ഇതിന് തോറ്റു, ഇന്നിപ്പോ ഒരു ചാൻസ് കിട്ടി ചിലപ്പോൾ മേ ബി അറിയില്ല, അറിയില്ല എങ്കിലും
പക്ഷേ ബട്ട് എന്തായാലും നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവും. ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം വേറെ അന്ന് നമ്മൾ ചെയ്ത നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. 2006 ഞാൻ പാലാ സെന്റ് തോമസിൽ പോയതാണ്, 2006. അപ്പോൾ അന്നത്തെ സമയം സാറുമാർ ഈ പറയുന്ന നമ്മൾ +1 തൊട്ട് പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ഐക്യമുള്ളവർ മാത്രമൊന്നും അല്ല ഈ പറയുന്ന KS എക്സാംസിലോ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാംസിലോ വരുന്നത്. ഇനി ഈ സിലബസിന്റെ ബാക്കിയുള്ള പത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രിലിമിനറി ക്രാക്ക് ചെയ്യുമ്പോൾ പ്രധാനമായും ഇത് അപ്പാർട്ട് ഫ്രം ദീസ് 3 സബ്ജക്റ്റുകളുണ്ട് അല്ലെ. നമ്മുടെ മലയാളം, നമ്മുടെ ഇംഗ്ലീഷ്, നമ്മുടെ മെന്റൽ എബിലിറ്റി ഇതിന് പരിഗണന കൊടുക്കണം. പ്രിലിമിനറി എക്സാംസിൽ വരുമ്പോൾ പരിഗണന കൊടുക്കണം. പിന്നീട് വലിയ കുറച്ച് ടോപ്പിക്കുകളാണ് സയൻസ് ആൻഡ് ടെക്നോളജിയും എക്കണോമിക്സ്. സ്പെഷ്യലി അതിൽ നന്നായിട്ട് നോക്കണം. കാരണം എക്കോണമി ആൻഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത് പൊതുവെ പഠിക്കാൻ ചിലപ്പോൾ ഒത്തിരി ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വിഷയമാണ്. കാരണം അതിന്റെ ടേംസ് പരിചയമില്ലാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല എല്ലാവർക്കും ഇത് ഇഷ്ടമാവണം. കാരണം കേരള PSC ഒരു ട്രെൻഡ് ഉണ്ട്, എക്കണോമിക്സ് ഉള്ള ആയിട്ട് വിട്ടുകളയും എല്ലാവരും. മിക്ക യൂട്യൂബ് വീഡിയോസ് പോലും നമ്മൾ നോക്കി അറിയാൻ പറ്റും. നിങ്ങൾ എക്കണോമിക്സ് വിട്ടുകളഞ്ഞേക്ക് പഠിക്കുന്നത് എപ്പോഴും പ്ലാനിംഗ് കമ്മീഷൻ പഴയ കുറേ സ്ഥിരം അങ്ങനെ അല്ലാത്തതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഒരു കേരള എക്കണോമിയിൽ പഠിക്കേണ്ട അല്ലെ എക്കണോമിക്സിൽ പഠിക്കേണ്ടത്? ഇപ്പോ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡെഫിസിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് എന്ന് വെച്ചാൽ ബജറ്റ് റിലേറ്റഡ് പബ്ലിക് ഫിനാൻസ്. ഉറപ്പായിട്ടും കേരളത്തിന്റെ കയ്യിൽ ഫണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഫണ്ട് ഇല്ലേ അങ്ങനെയല്ല ചോദിക്കുന്നത്. അത് റിലേറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കാം. ആരാണ് ഈ ഫണ്ട് കൊടുക്കേണ്ടത്? അപ്പൊ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ വരും. കിട്ടാത്തതുകൊണ്ട് കേരളം കേസിൽ പോയി. അപ്പൊ ചോദിക്കും അത് ഏത് ഇതിലാണ് സുപ്രീം കോർട്ട് ആ കേസ് എടുത്തത്? അത് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ആണോ അത് റിറ്റ് ആണോ? കണ്ടോ, കേസ് എടുത്തല്ലേ പറ്റൂ, ബിക്കോസ് അത് പറഞ്ഞിട്ടുണ്ട് എടുക്കണമെന്ന്. ആ വിധി എന്തായിരുന്നു? അത് റീസെന്റ് നിങ്ങളത് വായിച്ചു കാണും, വിധി വന്നിട്ടുണ്ട്. അപ്പൊ വേറൊരു പുതിയ ജഡ്ജിന് കൊടുത്തിട്ടുണ്ട് സംഭവം. അപ്പൊ അതിന്റെ എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്നത് കോൺസിക്വൻസസ്? കേരളത്തിന് ഗുണം ഉണ്ടാവുമോ? അത് ഇനി ബാക്കി അതോ അത് എന്താ പറയാ കുറയ്ക്കുവോ? അതൊക്കെ എന്തായാലും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ എക്കണോമി പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയത് ബഡ്ജറ്റ് മാത്രമല്ല പഠിക്കേണ്ടത് എന്തൊക്കെയായിരിക്കണം? ഒരു ഓവർവ്യൂ ഈ സിലബസിനെ പറയുകയാണെങ്കിൽ എന്ത് നിങ്ങൾ പറയും? കേരള നമ്മൾ ഇക്കോണമി എന്നുള്ള സബ്ജക്റ്റിനെ എടുക്കുമ്പോൾ ബേസിക് ആയിട്ട് ഒന്ന് പഠിക്കാനുള്ളത് പബ്ലിക് ഫിനാൻസ്. കാരണം ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരായ ഏതൊരു മനുഷ്യനെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ബഡ്ജറ്റിനെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അതിലെ ടേംസ് കൃത്യമായിട്ട് മനസ്സിലാവണം. അതിന് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കാണ് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ടാക്സ് സിസ്റ്റം അല്ലെ, ടാക്സുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം. അതിൻ്റെ ഉള്ളിൽ തന്നെ GST. ഇപ്പൊ PSC ഒക്കെ GST ഒരുപാട് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ടാക്സ് സിസ്റ്റം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടാക്സ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം, എന്താണ് GSTയിലേക്ക് വരുന്നത്? അതെ വരും. അതിന്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ അതെ, പിന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇപ്പൊ ഒരു ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ ആരൊക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മുഖാന്തരം ആ ഒരു കാര്യങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യുന്നു. ഗവൺമെന്റ് ആണെങ്കിൽ പബ്ലിക് ഫിനാൻസിലൂടെ അതിനെ ഒരു ഫിസ്ക്കൽ പോളിസിയിലൂടെ അതിനെ കൺട്രോൾ ചെയ്യുന്നു. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇനി കേരള ഇക്കോണമിയിലേക്ക് വരികയാണെങ്കിൽ കേരള മോഡൽ ഡെവലപ്മെന്റ്. കാരണം വിദേശ രാജ്യങ്ങളിലടക്കം അത് സ്കാൻഡിനേവിയൻ കൺട്രീസിനടക്കം അത്രയും എന്താ പറയാ അസൂയമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ എടുത്തെടുത്ത് പറയുന്ന കേരള മോഡൽ ഡെവലപ്മെന്റ്. സോ എന്താണ് കേരള മോഡൽ ഡെവലപ്മെന്റ്? എന്തുകൊണ്ടാണ് അവിടെ എനിക്ക് പറയാനുള്ള ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരു സാധാരണ ഒരു PSC ബുക്ക് മാത്രമല്ല, ഡേറ്റാസ് ഉണ്ടല്ലോ. ഇപ്പം തോമസ് ഐസക് സാറിന്റെ ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്. പിന്നെ കുറച്ച് റിപ്പോർട്ടുകൾ നിങ്ങൾ വായിക്കണം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു പിന്നെ കമ്പാരിസൺ നടത്തണം. അതായത് ഈ കേരള മോഡൽ ഡെവലപ്മെന്റുമായിട്ട് എപ്പോഴും കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒന്നാണ് ഗുജറാത്ത് മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്തുകൊണ്ടാണ് ഇതിന്. എന്നാൽ കേരള മോഡൽ ഡെവലപ്മെന്റ് ഫുള്ളി സക്സസ് ആണോ? എന്തൊക്കെ പോരായ്മകൾ അതിനുണ്ട്? എങ്ങനെ നമുക്ക് ഇതിനെ അഡ്രസ് ചെയ്യാൻ ഗവൺമെന്റ് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? സോ ഇതൊക്കെ കണക്റ്റഡ് ആണ്. അതുപോലെ ഇപ്പൊ ഫോറിൻ റെമിറ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട് കേരള എക്കോണമി. കാരണം ഗൾഫ് പണത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റൽസും ഏറ്റവും നല്ല സ്കൂളുകളും. ഇപ്പോഴും ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് മലപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അത് ഗൾഫ് മണിയുടെ ഇൻഫ്ലുവൻസ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മൈഗ്രേഷൻ എന്നുള്ള ടോപ്പിക് നമ്മൾ കേരള എക്കോണമി കാണാം. അതെ, പ്രവാസി ഫോറിൻ റെമിറ്റൻസ്. പ്രവാസികളെ മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെ നമ്മളുടെ എന്താ പറയാ, നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ കേരളത്തിൽ നമ്മൾ എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊരിക്കലും റോക്കറ്റ് സയൻസ് അല്ല, ഒരിക്കലും റോക്കറ്റ് സയൻസ് അല്ല. നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ മനസ്സ് തുറന്നു വെക്കണം, കാര്യങ്ങളെ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ചിന്തിക്കണം. ടേംസ് ഇനി കാണുമ്പോൾ അത് വായിക്കാൻ ശ്രമിക്കണം, അല്ലാതെ അത് മാറ്റി വെക്കാൻ നോക്കുക. റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നുള്ളതാണ് അല്ലെ, അതാണ് അതിന്റെ ഒരു. അപ്പൊ അത്
എനിക്ക് തോന്നുന്നു ഇത് കേട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. കാരണം ഇതിനെ ഞാൻ ഇപ്പോഴും പറഞ്ഞിരുന്നു, ഇതിന് ആദ്യത്തെ ഒരു മണിക്കൂർ ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പാരലി ഒരു 3-4 ദിവസം കൊണ്ട് ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുക. എങ്ങനെ കൂടുതലും നിങ്ങൾക്ക് ഒരു ടെൻഷനൊന്നും ഉണ്ടാകാതെ ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റുകളെയും കണക്ട് ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ എടുക്കാം. അപ്പം 3-4 സബ്ജക്റ്റുകൾ ഒരുമിച്ച് മേർജ് ചെയ്ത് പഠിക്കാൻ പറ്റും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിലുള്ള ക്ലാസ്സുകളാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഇതേപോലെ തന്നെ കൂടുതലും എല്ലാവിധ സബ്ജക്റ്റ് എക്സ്പേർട്സും നിങ്ങളോടൊപ്പം ഉണ്ടാകും. സബ്ജക്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ സബ്ജക്റ്റിൻ്റെ നമ്മുടെ ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാകും. ഇങ്ങനെ എല്ലാവരും ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു പുതിയ പ്ലാനുമായിട്ടാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും KAS എന്ന് പറയുന്ന ഈ സ്വപ്നം ഉറപ്പായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ 100% പരീക്ഷ നിങ്ങൾ എഴുതണം. ഈ ഒരു അവസരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഏജ് മാറുമ്പോഴാണ് നമുക്ക് നമുക്ക് ചിലപ്പോൾ വേറെ നമ്മളൊരു പൊസിഷനിലേക്ക് പോകും, ജോലി കിട്ടും. കാരണം 2020 എക്സാം കഴിഞ്ഞിട്ട് 2025 എത്ര ആളുകൾക്ക് അവസരം നഷ്ടപ്പെട്ടു, എത്ര പേര് ഇതിനെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. അത് ആ കിട്ടുന്ന ഒരു അവസരം ഉണ്ടല്ലോ, ഓരോ കേസുകാരനെയും കഴിയും നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അവർക്കുള്ള ഒരു എന്താ അവരുടെ ഒരു പവർ, അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും എത്തണം. നിങ്ങൾ ഏത് സാഹചര്യത്തിലുള്ളവരായിട്ട് നിങ്ങൾ ഇത് അടിപൊളിയായിട്ട് പഠിക്കണം. വീണ്ടും വീണ്ടും നമ്മളൊക്കെ ഞങ്ങൾ പേഴ്സണലി തന്നെ നിങ്ങളോട് പറയുന്നത്, റിക്വസ്റ്റ് പ്രകാരം പറയണം, പഠിച്ചു തുടങ്ങണം മക്കളെ, കിട്ടും. അല്ലാതെ ഇത് കിട്ടാഴികയൊന്നുമില്ല. അടിപൊളിയായിട്ട് ആദ്യം ആ റിസ്ക് പലർക്കും അറിയാം, അയ്യോ ഇത് വേണോ വേണ്ടോ. സോ ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ളിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. തീർച്ചയായും നിങ്ങൾക്ക് ഇത് കിട്ടുമോ, ഇത് എങ്ങനെ പഠിക്കും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ട്രസ്റ്റ് ദിസ് പ്രോസസ്. ഈ പ്രോസസ്സ് നിങ്ങൾക്ക് മാത്രമല്ല, സീരിയസ് ആയിട്ട് ഇതിനെ സമീപിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. സോ ട്രസ്റ്റ് ദിസ് പ്രോസസ്, ബി ഇൻ ദിസ് പ്രോസസ്. തീർച്ചയായിട്ടും അത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. അതിനുവേണ്ടി ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളോട് കൂടി. പിന്നെ മറ്റൊരു കാര്യം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, പക്ഷെ നിങ്ങൾ ഒരു അടിപൊളി മനുഷ്യനായിട്ട് ഈ ഒരൊറ്റ ലേണിംഗ് പ്രോസസ്സ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിറങ്ങുന്ന നമ്മൾ ഓരോരുത്തരും സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ഗുണം എന്താണ്, നമ്മൾ ആ എക്സാം ക്ലിയർ ചെയ്യുന്നത് ചിലപ്പോൾ പലപ്പോഴും പരാജയപ്പെട്ട ഒരുപാട് പിന്നീട് പലവിധ എക്സാംസ് നമുക്ക് ക്ലിയർ ചെയ്യും. അതൊരിക്കലും നിങ്ങളുടെ ഈ സമയം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. അത് 100% ഉറപ്പാണ്. പഠിച്ചു തുടങ്ങാത്ത ഒരു ഡിഗ്രി പാസ്സായിട്ടുള്ള 32 വയസ്സിന് താഴെയുള്ള ജനറൽ കാറ്റഗറിയിലുള്ള എല്ലാവരും അപ്ലൈ ചെയ്യണം. 35 വയസ്സ് വരെയുള്ള OBC കാറ്റഗറിക്കാർക്ക്, 38 വയസ്സ് വരെ SC ST സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ അവസരം മറ്റാർക്കുമില്ല, നിങ്ങൾക്കാണുള്ളത്. ഇന്ന് തന്നെ പഠിക്കാം. അപ്പോൾ CCയുടെ ക്ലാസ്സുകൾ എടുത്തു വെച്ചാൽ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ തന്നെ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും. പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്ഡേറ്റ് ആകാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.